ഫ്രണ്ട്സ്, വെൽക്കം ടു PSC ബിഗിനേഴ്സ്. ഇന്നത്തെ നമ്മുടെ ക്ലാസ് ഒരു SCRT ചാപ്റ്ററിൽ നിന്നുള്ള ക്ലാസ് ആണ്. സൂര്യനും ഗ്രഹങ്ങളും എന്നതാണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് വരുന്നത്. അപ്പോൾ നമുക്ക് അതിൽ മാത്രമുള്ളതല്ലാണ്ട് എക്സ്ട്രാ കുറച്ച് കാര്യം കൂടി എപ്പോഴത്തെയും പോലെ പറഞ്ഞു പോകാനുണ്ടാവും. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. കോടാനുകോടി നക്ഷത്രങ്ങൾ ഒരു സമൂഹമായി പ്രപഞ്ചത്തിൽ നിലകൊള്ളുന്നതിനെ അറിയപ്പെടുന്ന പേരാണ് ഗാലക്സികൾ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഗാലക്സികൾ? കോടാനുകോടി നക്ഷത്രങ്ങൾ ഒരു സമൂഹമായി പ്രപഞ്ചത്തിൽ നിലകൊള്ളുന്നതിനെയാണ് ഗാലക്സികൾ എന്ന് പറയുന്നത്. സൗരയുധം, സൂര്യനും സൂര്യനെ ചുറ്റുന്ന ആകാശ വസ്തുക്കളും ചേർന്നതിനെയാണ് സൗരയുധം പറയുന്നത്. ആ സൗരയുധം ഏത് ഗാലക്സിയിലാണ് എന്ന് ചോദിച്ചാൽ അത് ക്ഷീരപഥത്തിലാണ്. മിൽക്കി വേ എന്ന് പറയും. ക്ഷീരപഥത്തിലാണ് നമ്മുടെ സൗരയുധം ഉള്ളത്. അപ്പൊ ഗാലക്സി എന്ന് പറഞ്ഞാൽ കോടാനുകോടി നക്ഷത്രങ്ങൾ ഉള്ളതാണ്. സൗരയുധം പറഞ്ഞാൽ സൂര്യനെ ചുറ്റുന്ന ആകാശ വസ്തുക്കൾ ഉള്ളതിനെയാണ് സൗരയുധം പറയുന്നത്. ഈ സൗരയുധം ഏത് ഗാലക്സിയിലാണ് ഉള്ളത് ചോദിച്ചാൽ അത് ക്ഷീരപഥം, മിൽക്കി വേയിലാണ് ഉള്ളത്. ഇതിന് പുരാതന ഭാരതീയർ വിളിച്ചിട്ടുണ്ടായിരുന്നത് ആകാശ ഗംഗ എന്നാണ്. ആകാശ ഗംഗ എന്നാണ് വിളിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി നമ്മൾ ഈ സൗരയുധത്തെ കുറിച്ച് പഠിക്കുമ്പോൾ ഇമ്പോർട്ടൻ്റ് ആയി പഠിക്കേണ്ട ഒരു 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന് ഭ്രമണം, പരിക്രമണം, അപ്ഹീലിയൻ, പെരിഹീലിയൻ എന്നുള്ളത്. എന്താണ് ഭ്രമണം എന്ന് പറഞ്ഞാൽ ഭൂമി അതിന്റെ സ്വന്തം അച്ചുതണ്ടിൽ തിരിയുന്നതിനെ എന്തെന്ന് പറയാ? ഭ്രമണം എന്ന് പറയുന്നു. പരിക്രമണം എന്ന് പറഞ്ഞാൽ എന്താണ്? സൂര്യന് ചുറ്റുമുള്ള ഗ്രഹങ്ങളുടെ ചലനമാണ് പരിക്രമണം എന്ന് പറയുന്നത്. അപ്ഹീലിയൻ എന്ന് പറഞ്ഞാൽ ഭൂമി സൂര്യനിൽ നിന്നുള്ള ഏറ്റവും അകലെയുള്ള അവസ്ഥ. ഭൂമി സൂര്യനിൽ നിന്നും ഏറ്റവും അകലെയുള്ള അവസ്ഥയെയാണ് എന്ത് എന്ന് പറയുന്നത്? അപ്ഹീലിയൻ എന്ന് പറയുന്നത്. പെരിഹീലിയൻ എന്ന് പറഞ്ഞാൽ ഭൂമി സൂര്യനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന അവസ്ഥയാണ് പെരിഹീലിയൻ എന്ന് പറയുന്നത്. സൂര്യനും ഗ്രഹങ്ങളും തമ്മിലുള്ള അകലം അളക്കുവാനായി ഉപയോഗിക്കുന്ന യൂണിറ്റ് ആണ് ആസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്ന് പറയുന്നത്. എന്താണ് ആസ്ട്രോണമിക്കൽ യൂണിറ്റ്? എന്തിനാണ് യൂസ് ചെയ്യുന്നത് ചോദിച്ചാൽ സൂര്യനും ഗ്രഹങ്ങളും തമ്മിലുള്ള അകലം അളക്കുവാനായി ഉപയോഗിക്കുന്ന യൂണിറ്റ് ആണ് ആസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്ന് പറയുന്നത്. നക്ഷത്രങ്ങൾ തമ്മിലുള്ള ദൂരം അളക്കുവാനായി ഉപയോഗിക്കുന്ന യൂണിറ്റ് ആണ് പ്രകാശവർഷം. നക്ഷത്രങ്ങൾ തമ്മിലുള്ള ദൂരം അളക്കുവാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ആണ് പ്രകാശവർഷം. ഗ്രഹങ്ങൾ തമ്മിലുള്ള ദൂരം അളക്കുവാനായി ഉപയോഗിക്കുന്ന യൂണിറ്റും പ്രകാശവർഷം തന്നെയാണ്. ഒരു പ്രകാശം വർഷം എത്രയാണെന്ന് ചോദിച്ചാൽ സെക്കൻഡിൽ ശൂന്യതയിലൂടെയുള്ള ഏകദേശം 3 ലക്ഷം കിലോമീറ്റർ സഞ്ചരിക്കുന്ന പ്രകാശം ഒരു വർഷം സഞ്ചരിക്കുന്ന ദൂരത്തെയാണ് പ്രകാശവർഷം എന്ന് പറയുന്നത്. ഗാലക്സികൾ തമ്മിലുള്ള ദൂരം അളക്കുന്നതിനുള്ള യൂണിറ്റ് ആണ് പാർസെക് എന്ന് പറയുന്നത്. 3.26 പ്രകാശവർഷമാണ് ഒരു പാർസെക് എന്ന് പറയുന്നത്. അപ്പൊ ആസ്ട്രോണമിക്കൽ യൂണിറ്റ് സൂര്യനും ഗ്രഹങ്ങളും തമ്മിലുള്ള അകലം അളക്കുവാനുള്ളതാണ്. നക്ഷത്രങ്ങൾ തമ്മിലുള്ളത്, ഗ്രഹങ്ങൾ തമ്മിലുള്ള ദൂരം അളക്കുവാനാണ് പ്രകാശ വർഷം യൂസ് ചെയ്യുന്നത് എന്ന് നമ്മൾ പറഞ്ഞു. ഗാലക്സികൾ തമ്മിലുള്ള ദൂരം അളക്കാനുള്ള യൂണിറ്റ് ആണ് പാർസെക് എന്ന് പറയുന്നത്. സൂര്യനെ പ്രദക്ഷിണം ചെയ്യുന്ന ഗ്രഹങ്ങൾ, ഉപഗ്രഹങ്ങൾ, ഉൽക്ക, അസംഖ്യം ധൂമകേതുക്കൾ, ചിഹ്നഗ്രഹങ്ങൾ എന്നിവ അടങ്ങുന്നതാണ് സൗരയുധം എന്ന് പറയുന്നത്. സൗരയുധത്തിന്റെ കേന്ദ്രം എന്ന് പറയുന്നത് സൂര്യനാണ്. ക്ഷീരപഥത്തിൽ നിന്നും എത്ര അകലെയാണ് സൂര്യന്റെ സ്ഥാനം എന്ന് ചോദിച്ചാൽ 30,000 പ്രകാശവർഷം അകലെയാണ് സൂര്യന്റെ സ്ഥാനം ഉള്ളത്. ഇനി സൂര്യനിൽ നടക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ അത് ന്യൂക്ലിയർ ഫ്യൂഷൻ ആണ്. ഇത് നമ്മളെ SCRTയിൽ തന്നെ ന്യൂക്ലിയർ ഫ്യൂഷൻ, ന്യൂക്ലിയർ ഫിഷൻ വന്നിട്ട് ഊർജം എന്നുള്ള ഒരു ടോപ്പിക്കിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ന്യൂക്ലിയർ ഫിഷൻ എവിടെ നടക്കുക, ന്യൂക്ലിയർ ഫ്യൂഷൻ എവിടെ നടക്കുക? ഹൈഡ്രജൻ ബോംബിൽ നടക്കുന്ന ന്യൂക്ലിയർ ഫ്യൂഷൻ ആണ്. അതുപോലെ സൂര്യനിലെ നക്ഷത്രങ്ങളിൽ നടക്കുന്നത് ന്യൂക്ലിയർ ഫ്യൂഷൻ ആണ്. അതായത് ഹൈഡ്രജൻ ആറ്റങ്ങൾ ഹീലിയമായി മാറുന്ന അവസ്ഥയെയാണ്, പ്രക്രിയയാണ് എന്ത് എന്ന് പറയുന്നത്? അതീവ താപത്തിന്റെയും സമ്മർദ്ദത്തിന്റെയും ഫലത്തിൽ ഇത് ഹീലിയമായി മാറുന്നതിനെയാണ് എന്ത് എന്ന് പറയുന്നത്? ന്യൂക്ലിയർ ഫ്യൂഷൻ എന്ന് പറയുന്നത് എന്ന് നമ്മൾ പറഞ്ഞു. ഈ പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഹൈഡ്രജൻ ആണ്. രണ്ടാമതുള്ള മൂലകം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഓക്സിജൻ ആണ്. രണ്ടാമതുള്ള മൂലകം ഏതാണ്? ഓക്സിജൻ ആണ്. ഭൂമിയുടെ ഏറ്റവും അടുത്തുള്ള നക്ഷത്രം ചോദിക്കുകയെന്ന് പറഞ്ഞാൽ അത് സൂര്യനാണ്. ഭൂമിയിൽ നിന്ന് ഏറ്റവും അടുത്തുള്ള നക്ഷത്രം സൂര്യനാണ്. പകൽ സമയത്ത് ഭൂമിയിൽ നിന്നും കാണാവുന്ന ഏക നക്ഷത്രവും സൂര്യനാണ്. സൂര്യന്റെ 2 തരം ചലനങ്ങളാണ് ഭ്രമണവും പരിക്രമണവും. സൂര്യന്റെ ഭ്രമണകാലം പറയുന്നത് 27 ദിവസവും സൂര്യന്റെ പരിക്രമണ കാലം എന്ന് പറയുന്നത് 25 കോടി വർഷങ്ങളുമാണ്. ഇനി എന്താണ് പാലായന പ്രവേഗം? പാലായന പ്രവേഗം എന്ന് പറഞ്ഞാൽ ഒരു ഗോളത്തിന്റെ ഗുരുത്വാകർഷണ വലയത്തിൽ നിന്നും
മുക്തമായി മുന്നോട്ട് പോവാൻ ഒരു വസ്തുവിന് വേണ്ട ഏറ്റവും കുറഞ്ഞ പ്രവേഗത്തെയാണ് പാലായന പ്രവേഗം എന്ന് പറയുന്നത്. ഭൂമിയുടെ പാലായന പ്രവേഗം 11.2 km/s ആണ്. 11.2 km/s. ചന്ദ്രന്റെ പാലായന പ്രവേഗം 2.4 km/s ആണ്. സൂര്യന്റെ പാലായന പ്രവേഗം 618 km/s ആണ് വരുന്നത്. സൂര്യനിൽ പദാർത്ഥം ഏതവസ്ഥയിലാണ് കാണപ്പെടുന്നത് എന്ന് ചോദിച്ചാൽ അത് പ്ലാസ്മ അവസ്ഥയിലാണ് കാണപ്പെടുന്നത്. ഭൂമിയിൽ നിന്നും ദൃശ്യമാകുന്ന സൂര്യന്റെ പാളിയാണ് ഫോട്ടോസ്ഫിയർ എന്നാണ്. ഭൂമിയിൽ നിന്നും കാണുന്ന സൂര്യന്റെ പാളിയെയാണ് ഫോട്ടോസ്ഫിയർ എന്ന് പറയാ. സൂര്യന്റെ ഏറ്റവും പുറമെയുള്ള പാളിയാണ് കൊറോണ. സൂര്യന്റെ ഏറ്റവും പുറമെയുള്ള പാളിയാണ് കൊറോണ എന്ന് പറയുന്നത്. കൊറോണയിൽ നിന്നും 35 ലക്ഷം കിലോമീറ്റർ അകലം വരെ ചാർജുള്ള കണങ്ങൾ പ്രവഹിക്കുന്നതിന് പറയുന്ന പേരാണ് സൗരക്കാറ്റ്. അത് 11 വർഷത്തിലൊരിക്കലാണ് ഉണ്ടാവാറുള്ളത്. അതിൽ നിന്ന് നമ്മുടെ ഭൂമിയെ സംരക്ഷിക്കുന്ന മണ്ഡലമാണ് കാന്തിക മണ്ഡലം എന്ന് പറയുന്നത്. ഇനി സൂര്യനെ പറ്റി പറയുമ്പോൾ ഒന്നുകൂടെ പറയാനുള്ളൂ, അൾട്രാ വയലറ്റ് കിരണങ്ങൾ. അത് എന്തിനാണ് കാരണമാകുന്നത്? സൂര്യതാപനത്തിന് കാരണമാകുന്ന വികിരണം ഏതാണ് എന്ന് ചോദിച്ചാൽ അൾട്രാ വയലറ്റ് വികിരണങ്ങളാണ്. സൂര്യനും ഭൂമിയും തമ്മിലുള്ള അകലം ഏറ്റവും കൂടുതലുള്ള ദിവസം ജൂലൈ 4 സൂര്യനും ഭൂമിയും തമ്മിലുള്ള അകലം ഏറ്റവും കൂടുതലുള്ള ദിവസം ജൂലൈ 4. സൂര്യനും ഭൂമിയും തമ്മിലുള്ള അകലം ഏറ്റവും കുറഞ്ഞ ദിവസം ജനുവരി 3 ആണ്. അപ്പൊ നമുക്കിനി സൗരയൂഥം ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുള്ളത് നോക്കാം. സൂര്യൻ ഒരു നക്ഷത്രമാണ്. സ്വയം കറങ്ങുന്ന ഭീമാകാരമായ ആകാശഗോളങ്ങളാണ് നക്ഷത്രങ്ങൾ. നക്ഷത്രങ്ങൾ വലിയ അളവിൽ താപവും പ്രകാശവും പുറത്തുവിടുന്നു. നമുക്ക് ഇതിൽ തന്നിട്ടുള്ളത് കറക്റ്റായി നോക്കാം. സൂര്യൻ, അത് കഴിഞ്ഞാൽ ബുധൻ, ശുക്രൻ, ഭൂമി, ചൊവ്വ, വ്യാഴം, ശനി, യുറാനസ്, നെപ്റ്റ്യൂൺ, പിന്നെ കുള്ളൻ ഗ്രഹങ്ങളും വരുന്നുണ്ട്, ക്ഷുദ്രഗ്രഹങ്ങളും വരുന്നുണ്ട്. ചൊവ്വയ്ക്കും വ്യാഴത്തിനും ഇടയിലാണ് എന്ത് വരുന്നത്? ക്ഷുദ്ര ഗ്രഹങ്ങൾ വരുന്നത്. ബുധൻ, ശുക്രൻ, ഭൂമി, ചൊവ്വ, പിന്നെ ക്ഷുദ്രഗ്രഹങ്ങൾ വ്യാഴം, ശനി, യുറാനസ്, നെപ്റ്റ്യൂൺ, കുള്ളൻ ഗ്രഹങ്ങൾ. ഇതിൽ ഏറ്റവും വലിയ ഗ്രഹം വ്യാഴമാണ്. അത് നമുക്ക് അറിയുന്നുണ്ട് അല്ലെ. ഏറ്റവും ചെറിയ ഗ്രഹം ചോദിക്കാന്ന് പറഞ്ഞാൽ അത് ബുധനാണ്. സൂര്യനോട് അടുത്ത് കിടക്കുന്ന ഗ്രഹവും ബുധനാണ്. മെർക്കുറി, വീനസ്, എർത്ത്, മാസ്, ജൂപ്പിറ്റർ, സാറ്റേൺ, യുറാനസ്, നെപ്റ്റ്യൂൺ എന്നിവയാണ് ഗ്രഹങ്ങളുടെ സൂര്യനിൽ നിന്നും അകലത്തിലുള്ള അടിസ്ഥാനത്തിൽ, വലിപ്പത്തിലല്ല അകലത്തിൽ സ്വയം കറങ്ങുന്നതിനോടൊപ്പം സൂര്യനെ വലം വെക്കുകയും ചെയ്യുന്ന ആകാശഗോളങ്ങളാണ് ഗ്രഹങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ ഗ്രഹങ്ങൾക്ക് ഉണ്ടാവേണ്ട ഒന്നാമത്തെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ അവ സ്വയം കറങ്ങുകയും വേണം, അവ സൂര്യനെ വലം വെക്കുകയും വേണം. സൂര്യന് ചുറ്റുമുള്ള ഗ്രഹങ്ങളുടെ സഞ്ചാരപാതയാണ് ഭ്രമണപഥം എന്ന് പറയുന്നത്. ഗ്രഹങ്ങളെ വലം വയ്ക്കുന്ന ഗോളങ്ങളാണ് ഉപഗ്രഹങ്ങൾ. ഭൂമിയുടെ ഉപഗ്രഹമാണ് ചന്ദ്രൻ. നമ്മുടെ ഭൂമിക്ക് ഒരൊറ്റ ഉപഗ്രഹമുള്ളൂ. അതെന്താണെന്ന് ചോദിച്ചാൽ അത് ചന്ദ്രനാണ്. നിക്കോളാസ് കോർപ്പസ് പോളണ്ടുകാരനായ ഭൗമശാസ്ത്രജ്ഞനും വാനശാസ്ത്രജ്ഞനുമായിരുന്നു കോപ്പർനിക്കസ്. സൗരയൂഥത്തിന്റെ കേന്ദ്രം ഭൂമിയാണെന്നായിരുന്നു പണ്ടുള്ള വിശ്വാസം. കോപ്പർനിക്കസ് ഈ വിശ്വാസത്തെ ചോദ്യം ചെയ്തു. സൗരയൂഥത്തിലെ കേന്ദ്രം സൂര്യനാണെന്ന് അദ്ദേഹം ലോകത്തോട് വിളിച്ചു പറഞ്ഞു. ഇനി നമ്മൾ ഗ്രഹങ്ങൾ തന്നിട്ടുണ്ട്. ബുധന് ഉപഗ്രഹങ്ങളില്ല, ഏറ്റവും ചെറിയ ഗ്രഹമാണ്. സൂര്യൻ സൗരയൂഥത്തിലെ ഒരേ ഒരു നക്ഷത്രമാണ്. ശുക്രൻ ഏറ്റവും തിളക്കമുള്ള ഗ്രഹം, ഏറ്റവും ചൂട് കൂടിയ ഗ്രഹവും ഏതാണെന്ന് ചോദിച്ചാൽ ശുക്രനാണ്. മൂന്നാമത് ഭൂമി. ബഹിരാകാശത്ത് നിന്ന് നോക്കുമ്പോൾ നീല നിറം. ജീവൻ നിലനിൽക്കുന്നതായി കണ്ടെത്തിയിട്ടുള്ള ഏക ഗ്രഹവും ഭൂമിയാണ്. ഒരു ഉപഗ്രഹം മാത്രമേ ഉള്ളൂ, അത് ചന്ദ്രനാണ്. അപ്പൊ ഉപഗ്രഹങ്ങളില്ലാത്ത ബുധനും ശുക്രനും. ഒരു ഉപഗ്രഹമുള്ളതാണ് ഭൂമി. അടുത്തത് ചൊവ്വ. അതിൽ 2 ഉപഗ്രഹങ്ങൾ എന്നാണ് തന്നിരിക്കുന്നത്. പക്ഷെ ചൊവ്വയ്ക്ക് അത് ടെക്സ്റ്റ് ബുക്കിൽ നേരത്തെ കൊടുത്തിട്ടുള്ള കാര്യങ്ങളാണ്. അത് ഞാൻ പറയുന്നതായിരിക്കും എന്താണെന്ന്. പണ്ട് ജലം ഒഴുകിയതിന്റെ സൂചനകൾ കണ്ടെത്തിയിട്ടുള്ളത് ചൊവ്വയിലാണ്. വ്യാഴം ഏറ്റവും വലിയ ഗ്രഹം. സൂര്യനെ വലം വയ്ക്കാൻ 12 വർഷങ്ങൾ. ശനി ചുറ്റും വലയങ്ങളുണ്ട്. യുറാനസ് 25 അധികം ഉപഗ്രഹങ്ങൾ. സൂര്യനെ വലം വയ്ക്കാൻ 84 വർഷം. നെപ്റ്റ്യൂൺ 1 ഡസനിലധികം ഉപഗ്രഹം. സൂര്യനെ വലം വയ്ക്കാൻ 164 വർഷമാണ് വേണ്ടത്. ഏറ്റവും കൂടുതൽ ഉപഗ്രഹങ്ങൾ ഉള്ളത് ശനിക്കാണ്. ഏറ്റവും കൂടുതൽ ഉപഗ്രഹങ്ങൾ ഉള്ളത് ശനിക്കാണ്. അതിനുശേഷം ഏറ്റവും കൂടുതൽ ഉപഗ്രഹങ്ങൾ ഉള്ള ഗ്രഹം ചോദിക്കുകയാണെന്ന് പറഞ്ഞാൽ അത് വ്യാഴമാണ്. ഏറ്റവും കൂടുതൽ ഉപഗ്രഹങ്ങൾ ഉള്ളത് ശനിക്കും,
രണ്ടാമത് ചോദിക്കുകയെന്ന് പറഞ്ഞാൽ അത് വ്യാഴത്തിനുമാണ്. യുറാനസിന് 28 ഉപഗ്രഹങ്ങളാണ് ഉള്ളത്. നെപ്റ്റ്യൂണിന് 16 ഉപഗ്രഹങ്ങളാണ് ഉള്ളത്. തുരുമ്പിച്ച ഗ്രഹം എന്നറിയപ്പെടുന്ന ഗ്രഹം ഏതാണെന്ന് ചോദിച്ചാൽ അത് ചൊവ്വയാണ്. തുരുമ്പിച്ച ഗ്രഹം ചൊവ്വ. ചുവന്ന ഗ്രഹം ചോദിക്കുകയെന്ന് പറഞ്ഞാലും അത് ചൊവ്വയാണ്. തുരുമ്പിച്ച ഗ്രഹവും ചുവന്ന ഗ്രഹവും ചോദിച്ചാൽ അത് ചൊവ്വയാണ്. നീലഗ്രഹം എന്നറിയപ്പെടുന്നത് ഭൂമിയാണ്. ഗ്രഹങ്ങളിൽ ജീവൻ നിലനിൽക്കുന്ന ഒരേ ഒരു ഗ്രഹം ചോദിച്ചാലും അത് ഭൂമിയാണ്. പ്രബോക്ഷ ഗ്രഹം, പ്രഭാത നക്ഷത്രം, തിളക്കമുള്ള ഗ്രഹം, സൂര്യന്റെ അരുമ, ഭൂമിയുടെ ഇരട്ട എന്നിവയെല്ലാം ചോദിച്ചു പറഞ്ഞാൽ അത് ശുക്രനാണ്. അപ്പൊ എന്തൊക്കെയാണ്? പ്രഭാത ഗ്രഹം, പ്രബോക്ഷ നക്ഷത്രം, പ്രഭാത നക്ഷത്രം, തിളക്കമുള്ള ഗ്രഹം, സൂര്യന്റെ അരുമ, അതുപോലെ ഭൂമിയുടെ ഇരട്ട എന്നെല്ലാം ചോദിച്ചു പറഞ്ഞാൽ അത് ശുക്രനാണ്. പച്ചഗ്രഹം, ഉരുളുന്ന ഗ്രഹം, കിടക്കുന്ന ഗ്രഹം, ആകാശ പിതാവ് എന്നെല്ലാം അറിയപ്പെടുന്നത് യുറാനസിനെയാണ്. ഏതിനെയാണ്? യുറാനസിനെയാണ് അങ്ങനെ അറിയപ്പെടുന്നത്. ഏറ്റവും വലിയ ഗ്രഹം ചോദിക്കുകയെന്ന് പറഞ്ഞാൽ അത് വ്യാഴമാണ്. ഏറ്റവും വലിയ ഗ്രഹം വ്യാഴം. നമ്മൾ ആദ്യം തന്നെ പറഞ്ഞു ഏറ്റവും വലിയ ഗ്രഹം വ്യാഴവും ഏറ്റവും ചെറിയ ഗ്രഹം ബുധനുമാണെന്ന് പറഞ്ഞു. ഏറ്റവും തണുപ്പുള്ള ഗ്രഹം ചോദിക്കുകയാണെങ്കിൽ, ഏറ്റവും തണുത്ത ഗ്രഹം ചോദിക്കുകയെന്ന് പറഞ്ഞാൽ അത് നെപ്റ്റ്യൂൺ ആണ്. ഏറ്റവും ഭ്രമണ വേഗത കൂടിയ ഗ്രഹം വ്യാഴമാണ്. ഭ്രമണ വേഗത കൂടിയത് വ്യാഴവും ഭ്രമണ വേഗത കുറഞ്ഞ ഗ്രഹം ശുക്രനുമാണ്. പരിക്രമണ വേഗത കൂടിയ ഗ്രഹം ബുധനും പരിക്രമണ വേഗത കുറഞ്ഞ ഗ്രഹം നെപ്റ്റ്യൂണുമാണ്. സൂര്യനിൽ നിന്നും ഏറ്റവും അകന്ന ഗ്രഹം നെപ്റ്റ്യൂൺ ആണ്. സൂര്യനോട് ഏറ്റവും അടുത്ത ഗ്രഹം ബുധനാണ്. ഭാരം കൂടിയ ഗ്രഹം വ്യാഴമാണ്. ഭാരം കുറഞ്ഞ ഗ്രഹം ചോദിക്കാന്ന് പറഞ്ഞാൽ അത് ശനിയാണ്. അന്തർഗ്രഹങ്ങളിൽ ഏറ്റവും വലിയ ഗ്രഹമാണ് ഭൂമി എന്ന് പറയുന്നത്. അന്തർഗ്രഹങ്ങളിൽ ഏറ്റവും വലിയ ഗ്രഹം ഏതാണ്? ഭൂമിയാണ്. അന്തർഗ്രഹങ്ങളിൽ പെടുന്ന ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ബുധൻ, ശുക്രൻ, ഭൂമി, ചൊവ്വ. ആ 4 എണ്ണമാണ് അന്തർഗ്രഹങ്ങളിൽ പെടുന്ന. ഏതൊക്കെയാണ്? ബുധൻ, ശുക്രൻ, ഭൂമി, ചൊവ്വ എന്നിവയാണ് അന്തർഗ്രഹങ്ങളിൽ പെടുന്നത്. ബാഹ്യഗ്രഹങ്ങളിൽ വരുന്നത് വ്യാഴം, ശനി, യുറാനസ്, നെപ്റ്റ്യൂൺ എന്നിവയാണ് ബാഹ്യ ഗ്രഹങ്ങളിൽ പെടുന്നത്. ഈ ബാഹ്യഗ്രഹങ്ങളെല്ലാം തന്നെ വാതക ഭീമന്മാർ എന്നും അറിയപ്പെടുന്നത്. എങ്ങനെയാണ് അറിയപ്പെടുന്നത്? വാതക ഭീമന്മാർ എന്നറിയപ്പെടുന്നതും ഈ ബാഹ്യ ഗ്രഹങ്ങളെ തന്നെയാണ്. അപ്പൊ അന്തർഗ്രഹങ്ങളിൽ ഏറ്റവും വലിയ ഗ്രഹം ഭൂമിയാണ് എന്ന് നമ്മൾ പറഞ്ഞു. ഏറ്റവും ചൂട് കൂടിയ ഗ്രഹം ശുക്രനാണ്. ഏറ്റവും കൂടുതൽ ഗുരുത്വാകർഷണ ബലം അനുഭവപ്പെടുന്ന ഗ്രഹം വ്യാഴമാണ്. ഏറ്റവും കുറവ് ഗുരുത്വാകർഷണ ബലം അനുഭവപ്പെടുന്ന ഗ്രഹം ബുധനാണ്. ഇനി വലുപ്പത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഭൂമിയിൽ നിന്ന് സൂര്യനിൽ നിന്നുള്ള അകലത്തിന്റെ അടിസ്ഥാനത്തിൽ ബുധൻ, ശുക്രൻ, ഭൂമി, ചൊവ്വ, വ്യാഴം, ശനി, യുറാനസ്, നെപ്റ്റ്യൂൺ എന്ന് പറഞ്ഞു. ഇനി വലുപ്പത്തിന്റെ അടിസ്ഥാനത്തിലാണ് പറഞ്ഞാൽ വ്യാഴം, ശനി, യുറാനസ്, നെപ്റ്റ്യൂൺ. ആ ബാക്കിൽ നിന്നുള്ള 4 അതുപോലെ കറക്റ്റ് ആയിട്ടാണ്. അതിനുശേഷം വരുന്നത് ഭൂമി, ശുക്രൻ, ചൊവ്വ, ബുധൻ. എങ്ങനെയാണ്? ഭൂമി, ശുക്രൻ, ചൊവ്വ, ബുധൻ എന്നിങ്ങനെയാണ് എന്തിന്റെ അടിസ്ഥാനത്തിൽ വരുന്നത്? വലുപ്പത്തിന്റെ അടിസ്ഥാനത്തിൽ വരുന്നത്. കിഴക്കു നിന്നും പടിഞ്ഞാറോട്ട് ഭ്രമണം ചെയ്യുന്ന ഗ്രഹം ചോദിക്കുകയാണ് പറഞ്ഞാൽ അത് ശുക്രനാണ്. പരിക്രമണത്തെക്കാളും സമയം ഭ്രമണത്തിന് എടുക്കുന്ന ഗ്രഹവും ശുക്രനാണ്. ഭൂമിയുടെ ഇരട്ട എന്നറിയപ്പെടുന്നതും സൂര്യന്റെ അരുമ എന്നറിയപ്പെടുന്നതും ഏത് തന്നെയാണ്? ശുക്രൻ തന്നെയാണ്. ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ വർഷമുള്ള ഗ്രഹം ബുധനാണ്. ഏറ്റവും വർത്തുള ആകൃതിയിൽ ഭ്രമണപഥമുള്ള ഗ്രഹവും ബുധൻ തന്നെയാണ്. ചന്ദ്രൻ കഴിഞ്ഞാൽ രാത്രിയിൽ ആകാശത്ത് കാണുന്ന ഏറ്റവും തിളക്കമേറിയ വസ്തു എന്ന് പറയുന്നത് ഗ്രഹം എന്ന് പറയുന്നത് ഏതാണ്? ശുക്രനാണ്. ഏറ്റവും ചൂട് കൂടിയ ഗ്രഹമാണ് ശുക്രൻ എന്ന് പറയുന്നത്. വലിയ ചുവപ്പടയാളം ഗ്രേറ്റ് റെഡ് സ്പോട്ട് കാണപ്പെടുന്ന ഗ്രഹം വ്യാഴമാണ്. ഗ്രേറ്റ് റെഡ് സ്പോട്ട് കാണപ്പെടുന്ന ഗ്രഹം ഏതാണ്? വ്യാഴമാണ്. വലിയ കറുത്ത പൊട്ട് ഗ്രേറ്റ് ഡാർക്ക് സ്പോട്ട് കാണപ്പെടുന്ന ഗ്രഹം നെപ്റ്റ്യൂൺ ആണ്. വലിയ വെളുത്ത പൊട്ട് ഗ്രേറ്റ് വൈറ്റ് സ്പോട്ട് കാണപ്പെടുന്ന ഗ്രഹം ഏതാണെന്ന് ചോദിച്ചാൽ അത് ശനിയാണ്. ഗലീലിയോ ഗലീലി ഇറ്റലിക്കാരനായ ഊർജതന്ത്രജ്ഞൻ, വാനനിരീക്ഷകൻ, ഗണിത ശാസ്ത്രജ്ഞൻ, തത്വചിന്തകൻ. സ്വയം നിർമ്മിച്ച ദൂരദർശിനി ഉപയോഗിച്ച് വാനനിരീക്ഷണത്തിന് തുടക്കമിട്ടത് ഇദ്ദേഹമാണ്. വ്യാഴത്തിന്റെ 4 ഉപഗ്രഹങ്ങൾ കണ്ടെത്തി. ആര്? ഗലീലിയോ ഗലീലി. സൗരയൂഥത്തിലുള്ള വേറെ ആരൊക്കെയാണ് ഉള്ളത് എന്ന് ചോദിച്ചാൽ ക്ഷുദ്ര ഗ്രഹങ്ങളും കുള്ളൻ ഗ്രഹങ്ങളുമാണ് സൗരയൂഥത്തിലുള്ളത്.
ചൊവ്വയുടെയും വ്യാഴത്തിന്റെയും ഇടയിലായി സൂര്യനെ വലം വയ്ക്കുന്ന പാറക്കഷ്ണങ്ങളാണ് ക്ഷുദ്രഗ്രഹങ്ങൾ എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞ അന്തർഗ്രഹത്തിനും അതുപോലെ ബാഹ്യഗ്രഹങ്ങൾക്കും ഇടയിലായിട്ടാണ് എന്ത് കാണപ്പെടുന്നത്? ഈ ക്ഷുദ്ര ഗ്രഹങ്ങൾ എന്ന് പറയുന്നത് കാണപ്പെടുന്നത് അല്ലെ. അപൂർവമായി ഇവയിൽ ചിലത് ഭൂമിയിലേക്ക് വന്ന് ഭൂമിക്ക് തന്നെ ഭീഷണി ആകാറുണ്ട്. ക്ഷുദ്രഗ്രഹമായ ഐഡയുടെ ചിത്രം അവിടെ കൊടുത്തിട്ടുണ്ട്. കൗതുക വാർത്തകൾ. സൗരയൂഥത്തിൽ ശയന പ്രദക്ഷിണം നടത്തുന്ന ഒരു ഗ്രഹമുണ്ട്, അതാണ് യുറാനസ്. അപ്പൊ സൗരയൂഥത്തിൽ ശയന പ്രദക്ഷിണം നടത്തുന്ന ഗ്രഹം ഏതാണെന്ന് ചോദിച്ചാൽ അത് യുറാനസ് ആണ്. മറ്റു ഗ്രഹങ്ങൾ പമ്പരം പോലെയാണ് സ്വയം കറങ്ങുന്നതെങ്കിൽ യുറാനസ് വാഹനങ്ങളുടെ ചക്രം പോലെയാണ് കറങ്ങുന്നത്. ശുക്രനിൽ പോകാനൊരുങ്ങുകയാണെങ്കിൽ മറക്കല്ലേ, അവിടെ സൂര്യോദയം പടിഞ്ഞാറോട്ടാണ്. അപ്പൊ അതിന്റെ ഭ്രമണ ദിശ എന്ന് പറയുന്നത് വ്യത്യാസമാണ്. ചന്ദ്രനിൽ പകലും നക്ഷത്രങ്ങളെ കാണാം. ഒരു ആകാശഗോളം ഗ്രഹമായി പരിഗണിക്കപ്പെടണമെങ്കിൽ അതിന് ഗോളാകൃതി ഉണ്ടായിരിക്കണം. ഒന്നാമത്തെ എന്താണ്? ഗോളാകൃതി ഉണ്ടായിരിക്കണം. അവ സൂര്യനെ വലം വയ്ക്കണം. 2, അവ സൂര്യനെ വലം വയ്ക്കണം. അവയ്ക്ക് തനതായതും തടസ്സങ്ങളില്ലാത്തതുമായ ഭ്രമണപഥം വേണം. 3, അവയ്ക്ക് തനതായതും തടസ്സങ്ങളില്ലാത്തതുമായ ഭ്രമണപഥം വേണം. 4, ഇന്റർനാഷണൽ ആസ്ട്രോണമിക്കൽ യൂണിയൻ ഏർപ്പെടുത്തിയിട്ടുള്ള ഈ നിബന്ധനകൾ പാലിക്കാത്തവയാണ് കുള്ളൻ ഗ്രഹങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ ഈ നിബന്ധനകളും ഇല്ലാത്തവയാണ് കുള്ളൻ ഗ്രഹങ്ങൾ എന്ന് പറയുന്നത്. പുറത്താക്കപ്പെട്ട പ്ലൂട്ടോ. ഈ അടുത്ത കാലം വരെ പ്ലൂട്ടോയെ ഗ്രഹമായി പരിഗണിച്ചിരുന്നു. എന്നാൽ ഇന്റർനാഷണൽ ആസ്ട്രോണമിക്കൽ യൂണിയൻ 2006 ഓഗസ്റ്റിൽ പ്ലൂട്ടോയുടെ ഗ്രഹപദവി നീക്കി അതിനെ കുള്ളൻ ഗ്രഹമായി പ്രഖ്യാപിച്ചു. നെപ്റ്റ്യൂണിന്റെ ഭ്രമണപഥം മുറിച്ചു കടക്കുന്നത് കൊണ്ടും സ്വന്തം ഉപഗ്രഹമായ ഷാരണിനെ ചുറ്റുന്നത് കൊണ്ടുമാണ് ഇത്തരമൊരു തീരുമാനം എടുത്തത്. സൗരയൂഥത്തിലെ വിരുന്നുകാർ. സൗരയൂഥത്തിൽ അപൂർവമായി എത്തുന്ന വിരുന്നുകാരാണ് വാൽനക്ഷത്രങ്ങൾ. പേര് സൂചിപ്പിക്കുന്നത് പോലെ അവ നക്ഷത്രങ്ങളല്ല, അശുദ്ധ ഹിമപദാർത്ഥങ്ങളാണിവ. സൂര്യനോട് അടുക്കുമ്പോൾ രൂപം കൊള്ളുന്ന ഇവയുടെ വാല് സൂര്യപ്രകാശമേറ്റ് തിളങ്ങുന്നു. സൂര്യനെ ചുറ്റുന്നവയാണെങ്കിലും ഇവ വളരെ അപൂർവമായി മാത്രമേ സൂര്യനോടടുത്തു വരാറുള്ളൂ. സൂര്യനോട് അടുക്കുന്തോറും അവയുടെ വാലിന് നീളവും ശോഭയും ഏറും. 2013 ഒടുവിൽ എത്തിയ ഐസൺ വാൽനക്ഷത്രമാണ്. സൂര്യനിലേക്ക് പാന ഐസൺ ഇനി ഒരിക്കലും തിരിച്ച് വരില്ല. ഇപ്പൊ ക്ഷുദ്ര ഗ്രഹങ്ങൾ എന്നറിയപ്പെടുന്ന എന്താണ്? ചിഹ്ന ഗ്രഹങ്ങളാണ് ക്ഷുദ്ര ഗ്രഹങ്ങൾ എന്നറിയപ്പെടുന്നത്. ചൊവ്വയ്ക്കും വ്യാഴത്തിനുമിടയിൽ സൂര്യനെ പരിക്രമണം ചെയ്തുകൊണ്ടിരിക്കുന്ന കോടിക്കണക്കിനുള്ള ഗ്രഹശലകങ്ങളാണ് ക്ഷുദ്ര ഗ്രഹങ്ങൾ എന്ന് പറയുന്നത്. ആദ്യമായി കണ്ടെത്തിയപ്പെട്ട ക്ഷുദ്രഗ്രഹമാണ് സിറസ് എന്ന് പറയുന്നത്. ധൂമകേതുക്കൾ വളരെ ദീർഘമായ പ്രദക്ഷിണ പഥത്തിലൂടെ സൂര്യനെ വലം വെച്ചുകൊണ്ടിരിക്കുന്ന വസ്തുക്കളാണ് ധൂമകേതുക്കൾ. വാൽനക്ഷത്രങ്ങൾ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. ധൂമകേതുക്കളുടെ വാൽ പ്രത്യക്ഷപ്പെടുന്ന ദിശ എന്ന് പറയുന്നത് സൂര്യന് വിപരീത ദിശയിലായിട്ടാണ് എന്ത് പ്രത്യക്ഷപ്പെടുക? വാൽ പ്രത്യക്ഷപ്പെടുക. അടുത്തത് ഉൽക്കകൾ. തെളിഞ്ഞ ആകാശമുള്ള രാത്രിയിൽ അതിവേഗം ആകാശത്തു കൂടി മിന്നിമറയുന്ന പ്രകാശം കണ്ടിട്ടുണ്ടോ? മറ്റൊരാൾക്ക് കാണിച്ചു കൊടുക്കുന്നതിന് കഴിയുന്നതിന് മുൻപ് അവ അണഞ്ഞു പോകാറുണ്ട്. ഇവയാണ് ഉൽക്കകൾ. ബഹിരാകാശത്തു നിന്നും ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് കടക്കുന്ന അവ വലിപ്പമുള്ള പാറക്കഷ്ണങ്ങളാണ് ഉൽക്കകൾ. അന്തരീക്ഷത്തിലേക്ക് കടക്കുമ്പോൾ വായുവുമായി ഉരഞ്ഞ് ഇവ കത്തും. അതാണ് നമ്മൾ ആകാശത്ത് കാണുന്ന ആ മിന്നിമറയുന്ന പ്രകാശം. കത്തിത്തീരാതെ ഭൂമിയിലേക്ക് വീഴുന്ന ഉൽക്കകളുടെ അവശിഷ്ടങ്ങളാണ് ഉൽക്കാവശിഷ്ടങ്ങൾ. ആഫ്രിക്കയിലെ നമീബിയയിൽ പതിച്ച ഉൽക്കാശില, റഷ്യയിലെ ചിങ്കി നദിക്കരയിൽ പതിച്ച ഉൽക്കാശില. സൂര്യനെ വലം വയ്ക്കുന്ന ഗ്രഹങ്ങൾ, അവയുടെ ഉപഗ്രഹങ്ങൾ, ക്ഷുദ്രഗ്രഹങ്ങൾ, വാൽനക്ഷത്രങ്ങൾ, കുള്ളൻ ഗ്രഹങ്ങൾ എന്നിവ അടങ്ങുന്നതാണ് സൗരയൂഥം. ഉൽക്കകൾ, ക്ഷുദ്രഗ്രഹങ്ങളും വാൽനക്ഷത്രാവശിഷ്ടങ്ങളും ദിശാവ്യതിയാനത്തിൽ ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് കടക്കുമ്പോൾ ഘർഷണം മൂലമുള്ള അത്യുഗ്ര ചൂടിൽ കത്തി ഇല്ലാതാവുന്നതാണ് ഉൽക്കകൾ എന്ന് പറയുന്നത്. കത്തിത്തീരാതെ ഭൂമിയിലേക്ക് വീഴുന്ന ഉൽക്കകളാണ് ഉൽക്കാശിലകൾ എന്ന് പറയുന്നത്. കൊള്ളിയൻ പതിക്കുന്ന താരങ്ങൾ എന്നറിയപ്പെടുന്ന ഏതാണെന്ന് ചോദിച്ചാൽ അത് ഉൽക്കയാണ്. കൊള്ളിയൻ പതിക്കുന്ന താരങ്ങൾ എന്നറിയപ്പെടുന്നത് ഏതാണ്? ഉൽക്കകളാണ്. ഭൂമി നമ്മുടെ ജീവഗ്രഹം. സൗരയൂഥത്തിൽ ജീവൻ നിലനിൽക്കുന്നതായി ഇതുവരെ കണ്ടെത്തിയിട്ടുള്ള ഏക ഗ്രഹമാണ് ഭൂമി എന്ന് പറയുന്നത്. ഉപരിതലത്തിൽ ജലത്തിന്റെ വിസ്തൃതമായ ശേഖരമുള്ളത് ഭൂമിയിൽ മാത്രമാണ്. ഭൂമിയിലെ ഉപരിതലത്തിന്റെ 2/3 ഭാഗവും ജലമായതിനാൽ ബഹിരാകാശത്തു നിന്ന് നോക്കുമ്പോൾ ഇളം നീല നിറത്തിലാണ് ഭൂമി കാണപ്പെടുന്നത്. വായുവും വെള്ളവും മണ്ണും ജീവജാലങ്ങളും കൊണ്ട് സമ്പന്നമാണ് നമ്മുടെ പ്രകൃതി എന്ന് പറയുന്നത്. നക്ഷത്രങ്ങളുടെ ലോകം. ഭൂമിയോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന നക്ഷത്രമാണ് സൂര്യൻ.
സൂര്യൻ അസ്തമിക്കുന്നതോടെ മറ്റ് നക്ഷത്രങ്ങൾ ഓരോന്നായി തെളിഞ്ഞു കാണാൻ തുടങ്ങും. ഇരുട്ടും തോറും എണ്ണിയാൽ ഒടുങ്ങാത്തത്ര നക്ഷത്രങ്ങളെ കാണാൻ. കോടിക്കണക്കിന് നക്ഷത്രങ്ങൾ അടങ്ങുന്നതാണ് ഒരു ഗാലക്സി. സൗരയൂഥം ഉൾപ്പെടെ ഗാലക്സിയിലാണ് ക്ഷീരപഥം ഉള്ളത്. ആകാശഗംഗ എന്നും ക്ഷീരപഥത്തെ വിളിക്കാറുണ്ട്. ഇതിന് ഏതാണ്ട് 10,000 കോടിയോളം നക്ഷത്രങ്ങളുണ്ട്. ഏതാണ്ട് 10,000 കോടിയോളം നക്ഷത്രങ്ങളുണ്ട്. പ്രപഞ്ചം കോടിക്കണക്കിന് ഗാലക്സികൾ ഉൾപ്പെടുന്നതാണ് പ്രപഞ്ചം. കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് പ്രപഞ്ചം തീരെ ചെറിയ ഒരു ബിന്ദുവായിരുന്നു അത്ര. വലിയൊരു പൊട്ടിത്തെറിയിലൂടെയാണ് പ്രപഞ്ചം ഇന്ന് കാണുന്ന രൂപത്തിലേക്ക് വികസിച്ചതെന്ന് കരുതുന്നു. പ്രപഞ്ചത്തിൽ ഏറ്റവും അധികം കാണപ്പെടുന്ന അവസ്ഥ എന്ന് പറയുന്നത് പ്ലാസ്മ അവസ്ഥയാണ്. സങ്കല്പാതീതമായ ചൂടിൽ ആകാശത്തിന്റെ ന്യൂക്ലിയസിൽ നിന്നും മോചനം നേടി സ്വതന്ത്ര കണമായി പെരുമാറുന്ന അവസ്ഥയാണ് പ്ലാസ്മ എന്ന് പറയുന്നത്. ദ്രവ്യത്തിന്റെ 4ാമത്തെ അവസ്ഥയാണ് പ്ലാസ്മ. ഒരു നക്ഷത്രത്തിന്റെ നിറം സൂചിപ്പിക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ അവിടുത്തെ താപനിലയെയാണ് സൂചിപ്പിക്കുന്നത്. നക്ഷത്രങ്ങളിലെ പ്രധാന ഇന്ധനമായ ഹൈഡ്രജൻ കത്തിത്തീർന്ന് മൃതാവസ്ഥയിലാകുന്ന നക്ഷത്രങ്ങളാണ് കറുത്ത കുള്ളൻ എന്ന് പറയുന്നത്. സൂര്യന്റെ പകുതിയിൽ താഴെ മാത്രം ദ്രവ്യമാനമുള്ള ചെറു നക്ഷത്രങ്ങൾ അറിയപ്പെടുന്നതാണ് ചുവപ്പ് കുള്ളൻ എന്ന് പറയുന്നത്. സൂര്യനേക്കാൾ 1.4 മടങ്ങിന് താഴെ പിണ്ഡമുള്ള നക്ഷത്രങ്ങളുടെ അവസാന ഘട്ടം അറിയപ്പെടുന്നതാണ് വെള്ള കുള്ളൻ എന്ന്. നക്ഷത്രങ്ങളുടെ വലുപ്പം കൂടുന്തോറും അവയുടെ ആയുസ് കുറയുകയാണ് ഉള്ളത്. കുറയുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത്. അപ്പോൾ ടെക്സ്റ്റ് ബുക്കിലുള്ളത് കൂടാതെ എക്സ്ട്രാ 1-2 കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസിന് ആൻസറും കൂടി നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ, വീണ്ടും പുതിയൊരു ക്ലാസ്സുമായി കാണുന്നത് വരെ ഓക്കെ, ബൈ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.